എടി നീ കാര്യം പറ, എന്താണെന്ന് പറ. അമ്പിളി ചേട്ടാ മുണ്ടൊന്ന് ശരിക്കിട്ടെ. ഈ മുണ്ടൊക്കെ ശരി, നീ കാര്യം എന്തിനാണ് ഇപ്പൊ ഫോട്ടോ? പറയാ ഒരു മിനിറ്റ്. ഇങ്ങനെ നിന്ന് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കൂലേ? ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കാടി. നീ കാര്യം പറയാൻ കൊണ്ട് എന്താണെന്ന്. പക്ഷെ അത് എന്തിനാന്നറിയോ, നമ്മളെ വെഡിങ് ആനിവേഴ്സറി വരാൻ പോവല്ലേ. അപ്പൊ എനിക്ക് നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് അകത്ത് തൂക്കാൻ വേണ്ടിട്ടാ. ഇതൊന്നും ഒഴിഞ്ഞാ പോരെ? അതിന് അത് നിക്ക് സർപ്രൈസ് ആക്കാന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചിട്ടല്ലേ. ഇതിന്റെ അവിടെ ഇങ്ങോട്ട് നിന്നേ. അല്ല ഒരു മിനിറ്റ്, വെഡിങ് ആനിവേഴ്സറി എന്റെ ഫോട്ടോ മാത്രം വെച്ചാ, നിന്റെ ഫോട്ടോ വേണ്ടി ഞാൻ എടുക്കും. അതിനല്ലേ ഞാൻ റെഡി ആയി നിക്കണേ. ആദ്യം അമ്പിളിച്ചാട്ടില്ല, ഓരോന്ന് വേറെ വേറെ പോസ്. ഇങ്ങോട്ട് നിക്ക്, എന്തെങ്കിലും ഒന്ന് പോസ് ഇട്. കുറച്ച് റഫ് ലുക്കിൽ റഫ് ലുക്ക്. ഈ റഫ് ലുക്കിൽ നിനക്ക് വെഡിങ് ആനിവേഴ്സറി എന്ത് ചെയ്യാ? എനിക്ക് അമ്പിളിച്ചാട്ടിന്റെ ഡിഫറെന്റ് എക്സ്പ്രഷൻസ്. ഇതെന്ത് ഇടിക്കാൻ പോകുന്ന മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട്. ആക്ഷൻ. ചിരിക്കില്ല പ്ലീസ്. റഫ് ലുക്ക്, റഫ് ലുക്ക്. ഏറെ പോസ്. പിന്നെ എങ്ങനെ നിൽക്കണം? നീ പറഞ്ഞാ, നീ പറയും പോലെ പറ, എന്താണ് ചേട്ടൻ? എങ്ങനെ അമ്പിളി ചേട്ടോ, ഇതെന്താ പരിപാടി? രാവിലെ ഒക്കെ ഭ്രാന്തള ചെയ്യുന്നു. ഞാൻ പോയിട്ട് വരാം. പോവാണോ? എടുത്തില്ലേ? അത്രയും മതി. വന്നിട്ട് ബാക്കി എടുക്കാം. പോട്ടാ തങ്ക, കുടവൊക്കെ ആയിട്ട് വെള്ളം കുടിക്കണ വെള്ളം കോരി എടുക്കണേ. പോട്ടാ. ഭർത്താവിനെ എപ്പോഴും കണ്ടോണ്ടിരിക്കാനാ ഫോട്ടോ എടുത്ത് വെക്കണ? അതല്ല, വേറൊരു കാര്യമുണ്ട്. അതെ, ഇന്നത്തെ പത്രത്തിലേ ഒരു പരസ്യം കണ്ടു. എന്ത് പരസ്യം? ഒരു പ്രമുഖ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു മോഡലിന് ആവശ്യമുണ്ടെന്ന്. 30-നും 40-നും ഇടയിൽ വയസ്സുള്ള നല്ല ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലരായ ആൾക്കാരെ വേണമെന്നാണ് പത്രത്തിൽ പരസ്യം വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്പിളിച്ചാട്ടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കാന്ന്. നിനക്ക് പോയിട്ട് എന്താ കാര്യം? എന്താ പൈസ കിട്ടില്ലേ? 10,000 രൂപയാ പൈസ. പിന്നെ ഈ ഫോട്ടോ അയച്ചു കൊടുത്താലോ? ഫോട്ടോ അയച്ചെടുത്ത് സെലക്ട് ചെയ്താല് അമ്പിളിച്ചാട്ടൻ എന്തായാലും കിട്ടും. അടിപൊളിയായിരിക്കില്ലോ. പിന്നെ ഫേമസ് ആവാലോ. എങ്ങനെ? എന്തിനകത്ത് വരും? മോഡലിംഗ് അല്ലേ, അപ്പൊ എല്ലാ പരസ്യത്തിലും വരില്ലേ? അല്ല, ഐ മീൻ ഈ പരസ്യം എല്ലാ പത്രത്തിലും എല്ലായിടത്തും വരില്ലേ? ടിവിയിലൊക്കെ ചിലപ്പോ വന്നാലോ? അപ്പൊ അമ്പിളിച്ചേട്ടൻ ഫേമസ് ആവില്ലേ? അയ്യോ, ക്ലീറ്റോന്റെയും കൂടി അയക്കായിരുന്നു. ക്ലീറ്റോസേട്ടൻ എന്തിനാ അയക്കണേ? അല്ല, നല്ലതല്ലേ, ഫേമസ് ആവുമല്ലോ. അല്ല തങ്കം ചേച്ചി, ക്ലീറ്റോസേട്ടനെ അയക്കാൻ പറ്റില്ല. അതിന് ചില സ്കില്ലൊക്കെ വേണം, ചില യോഗ്യതകളൊക്കെ വേണം. അതിന് എന്റെ ക്ലീറ്റോന്റെ യോഗ്യത രാഗിയാണോ തീരുമാനിക്കുന്നത്? സ്കൂളിൽ പഠിച്ചപ്പോ ആ മനുഷ്യൻ കാണിക്കുന്ന ഓരോ സംഗതികൾ കണ്ടിട്ട് ഈ അമ്പിളിക്കുട്ടൻ ചേട്ടൻ വായും വളർന്നു നിന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഞങ്ങളുടെ പ്രിൻസിപ്പൾ എന്താ ക്ലീറ്റോ ചേട്ടനെ വിളിച്ചോണ്ടിരുന്നെന്ന് അറിയാമോ? അഭിനയ ചക്രവർത്തി. നിസ്സാര കളിയൊന്നും അല്ല കേട്ടോ അത്. അതെ, ഈ നാടകം വേറെ, ഡാൻസ്, പാട്ട് അതൊക്കെ വേറെ, സ്കൂളിലെ പ്രോഗ്രാംസ് ഒക്കെ വേറെ, മോഡലിംഗ് വേറെയാ. അത് തങ്കം ചേച്ചിക്ക് അറിയാതാണ്ടാ. ക്ലീറ്റോന് എന്ത് കാര്യം ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അത് അതേപോലെ ചെയ്യാം. അത്ര കഴിവുള്ള മനുഷ്യനാ. ഒരു പ്രസംഗം ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടു നോക്കി, അങ്ങനെ തന്നെ പറയുമല്ലോ, അത് ഒരു വള്ളി പുള്ളി തെറ്റാതെ. അതാ ആ പത്രം ഒന്ന് തരുമോ? അയ്യോ, പത്രം അത് എവിടെ വെച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്നത്തെ പത്രല്ലേ? നിങ്ങൾ പത്രം തന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അയക്കാതെ ഒന്നിരിക്കൂല്ലേ? അത് പേടിച്ചിട്ടല്ലേ ഞങ്ങൾ അയക്കണത് അല്ലേ? ഞാനേ വേറെ എവിടെയെങ്കിലും പത്രം കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. ക്ലീറ്റോന്റെ കഴിവുകളാണോ തീരുമാനിക്കണം? അമ്മ, ആരെങ്കിലും ഉണ്ടോ അമ്മ ഇവിടെ? അമ്മ, അമ്മ വരണ്ടായിരുന്നാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാതിൽ തുറന്നിട്ട് അതിൽ വല്ല പാമ്പോ ഇതിനകത്തൊരു സാധനം ഉണ്ട് ക്ലീറ്റോ. ഞാൻ വരാൻ നോക്കിയിരിക്കായിരുന്നു. എന്താണ്? ഏതാ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടാവും? പിന്നെ നോക്ക്, അത് വായിച്ചു നോക്കിയേ. സ്വർണം പിടികൂടിയതാ. ഓടുന്ന കെവൻസ് അഡ്വർടൈസിംഗ് കമ്പനി 30-നും 40-നും ഇടയിൽ പ്രായമുള്ള ചുറുചുറുക്കും ഊർജ്ജസ്വലരുമായ പുരുഷന്മാരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കല്യാണാലോചനയ്ക്കായിരിക്കും. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയ പ്രായമാണല്ലോ.
ഇത് അഡ്വർടൈസിങ് കമ്പനി, പരസ്യ ഓ കമ്പനിയാണ്. ആയിക്കോട്ടെ. അവരുടെ പുതിയ പരസ്യ ചിത്രത്തിലേക്ക് മോഡലിനെ നോക്കുകയാണ് അവര്. അവർ നോക്കിക്കോട്ടെ. അതിന് നമുക്കെന്താ? നമുക്കൊന്നുമില്ലേ? നമുക്കെന്താ പ്രശ്നം? ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനല്ലേ ക്ലീറ്റോ? ആ അതുണ്ട്. അപ്പൊ ക്ലീറ്റോന് പോയിക്കൂടെ? പിന്നെ ഞാൻ ഈ പാർട്ടിയും പരിപാടിയും കളഞ്ഞിട്ട് ഇതിന്റെ പുറകെ നടക്കാൻ പോണു. നിനക്ക് പണിയൊന്നും എന്റെ ക്ലീറ്റോന് അതിന്റെ പിറകെ നടക്കൊന്നും വേണ്ട. അവരെഴുതിയേക്കണത് എന്താ? അവരെഴുതിയേക്കുന്നത് നിങ്ങളുടെ വ്യത്യസ്ത ഭാവത്തിലുള്ള 4 ഫോട്ടോയും ബയോഡാറ്റയും സഹിതം ഇവിടെ ഇങ്ങനെ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് 9846. അതിനകത്തേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഓ ഒരു പണിയില്ല. രാവിലെ എന്തെങ്കിലും വേടാ കൂടെ ഒപ്പിച്ചോണ്ട് ഇറങ്ങിക്കോളുന്നത്. ക്ലീറ്റോ 2 കാര്യങ്ങളാണുള്ളത്. അതിലൊന്ന്, ഇത് നമ്മൾ ദാനത്തിനല്ല ചെയ്യുന്നത്. 10,001 രൂപ അവര് പ്രതിഫലം തരും. 10,001 രൂപ തന്നാ അവന്മാര് 1,00,000 രൂപയുടെ പണി എടുപ്പിക്കും നമ്മളെ കൊണ്ട്. എനിക്ക് നീ വേറെ വല്ല പണി അപ്പൊ ചെയ്യണില്ല. എടി ഞാൻ ഇതിന്റെ പുറകെ നടന്ന എനിക്ക് ഒന്നാമത് ഇപ്പൊ തന്നെ സമയമല്ലായിരിക്കണം പല കാര്യങ്ങളും. ശരി, നീ രണ്ടാമത്തെ കാര്യം കൂടി ഒന്ന് കേട്ടോ. ഓ എന്നാ പറഞ്ഞു തുടങ്ങി. ഈ പരസ്യ ചിത്രത്തില് അമ്പിളി ചേട്ടൻ അപേക്ഷ അയക്കുന്നത്. അമ്പിളി കൂട്ടനാ? ആ, അതിന് അവൻ എങ്ങനെ ഇതിൽ അഭിനയിക്കാൻ? അവൻ എന്തോ ഇരിക്കുന്നത് ഈ മുട്ടത്തലയും വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാൻ? അവർക്ക് മൊട്ടത്തല പ്രശ്നമല്ലല്ലോ. അവര് പറഞ്ഞിരിക്കുന്നത് ചുറുചുറുക്കും ഊർജ്ജസ്വലരുമായിട്ടുള്ള ചെറുപ്പക്കാർ വേണമെന്നല്ലേ. ഒരു കുറവില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. അവനെ ഇവനെന്തിന് ഇതൊക്കെ അയക്കാൻ പോണത്? ഇതിപ്പോ അവനെങ്ങനെ അറിഞ്ഞത്? പത്രത്തിൽ എല്ലാവരുടെ വീട്ടിലും പത്രമുണ്ട്. ഞാൻ രാഗി അവിടെ അമ്പിളിക്കുട്ടി ഞാൻ ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് ചോദിച്ചു മനസ്സിലാക്കിയത്. അപ്പോഴേ ഇത് കാണുന്നത്. അവൻ രണ്ടും കൽപ്പിച്ച് നിൽക്കണോ? പിന്നല്ലാതെ ഞാൻ പോയേനെ. ഇവർക്ക് ചെറുപ്പക്കാരെ ആണുങ്ങളെ മതി. ഞാൻ എന്ത് ചെയ്യാനാ? ആ അല്ല അങ്ങനെ ഇപ്പോ അല്ല ഞാൻ ചോദിച്ചിട്ട് ഇവൻ എന്ത് അതില് ഭാവങ്ങളിൽ ഫോട്ടോ അയക്കണമെന്ന് പറയല്ലേ? ഇവൻ എന്ത് ഭാവമാണല്ലോ? ഇവൻ അഹംഭാവം അത് മാത്രമല്ലേ ഉള്ളൂ. എന്തെങ്കിലും കലാകാരൻ നിൽക്കണം. നമ്മൾക്കാണെങ്കിൽ പോണില്ലല്ലോ. വേണ്ട, വിട്ടേക്ക്. അത് നീയാണോ തീരുമാനിക്കണേ? ക്ലീറ്റോ പോണോ വേണ്ടത് നീയാണോ തീരുമാനിക്കണേ? ഇപ്പൊ പറഞ്ഞത് പോണില്ല. എപ്പോ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞല്ലോ. അത് കുറെ മുമ്പല്ലേ പറഞ്ഞത്. ഞാൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു, ഇതിൽ ഞാൻ പോകും. ആ പോകുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, ക്ലീറ്റോ പോയ അമ്പിളിക്കുട്ടൻ ചേട്ടൻ അതിന്റെ അയലത്ത് വരാൻ പറ്റില്ല. അച്ഛനെ ഈ പറഞ്ഞ മാതിരി അവൻ എന്താ ഈ കല എന്നൊക്കെ പറയണത് അത് പാരമ്പര്യമായിട്ട് വേണം. ഒരു വകയില് പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ പോയി കണ്ണ് പിടിച്ചു നിന്നിട്ടുണ്ട് ക്ലീറ്റോ. മറ്റേ യൂത്ത് ഹോസ്റ്റലിനൊക്കെ ഓരോന്ന് കാണിക്കുന്ന കണ്ടിട്ട് ഉണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞേ പാവങ്ങള് അവൻ ഫോട്ടോ എടുക്കണമെന്ന് കണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും പാവപ്പെട്ട എങ്ങനെ അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ അവന്റെ. പാവങ്ങൾ ഇപ്പൊ വരുത്തി കാണിച്ചു തരാം. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. വെള്ളം വെള്ളം എടുത്താ പോരെ? വെള്ളം വെള്ളം മതി മതി മതി. നമ്മുടെ ഒരു അതാണല്ലേ. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട്. ശരി 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 ശരി. കുളിച്ചോ? കുളിക്കലടി. ഒന്ന് ഇതൊക്കെ കഴിയാൻ മതി. മേലും കഴിയില്ല. ഞാനിപ്പോ വരാപ്പോ. ഒരു ചായ എടുത്തോ? ആ ചായ തരാം, ചായ തരാം. അതെ, ഇനി ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ നിൽക്കണ്ട. എനിക്ക് നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളും അപേക്ഷ അയക്കാൻ തുടങ്ങും. ഈ ആദ്യം ഒന്ന് നല്ല ചിരിച്ചറിഞ്ഞു. ഇതല്ല, നമ്മുടെ നാടകത്തിലൊക്കെ പണ്ടത്തെ നാടകത്തിലൊക്കെ ക്ലീറ്റ് ചെയ്തിട്ടില്ലേ? ആ സംഭവങ്ങളാ വേണ്ടേ. കുറച്ചും കൂടി ഗംഭീരം വരട്ടെ. ഇത് മറച്ചു വെച്ചിട്ട് എടുത്താ പിന്നെ എങ്ങനെ കിട്ടും? അത് വന്നത്ര ഒത്തില്ല കേട്ടോ. സൂപ്പർ. ഇനി വേറെ 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 സന്തോഷം സന്തോഷം. ഇനി ഇനി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ മറ്റേ ഭയാനകം മാറില്ലേ? ഇങ്ങനെ നമ്മള് ഈ സിനിമയൊക്കെ കാണും. ഇങ്ങനെയൊക്കെ നോക്കില്ലേ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വിളിയിട്ട് ഇങ്ങനെ പതുക്കെ സ്ലോ മോഷനിൽ തിരിയണേ. സ്ലോ മോഷനിൽ തിരിയണേ വീട്ടോ. ഇത് ഫോട്ടോ അങ്ങനെയൊന്നും കിട്ടില്ല. ആ എന്താണെങ്കിലും ഫോട്ടോ എടുക്കുക. ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ ആരൊക്കെ ഇവിടെയൊക്കെ വന്ന് നിൽക്കും. നമ്മളെന്തിനാ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ സ്ലോ മോഷനില് ഒരുപാട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ മതിയാവല്ലോ. കണ്ണാടി ഒരു വെച്ചേ മുഖത്താ. ഈ കണ്ണാടി കൊണ്ട് കാണുന്നില്ല. എനിക്ക് തോന്നി പാവങ്ങൾ കൃത്യമാവാത്ത പോലെ. അതാ
എടുത്തോ. നല്ലോണം ചിരിച്ചിട്ട് ഒരെണ്ണെടുത്തേ. ഇനി അടുത്ത. ഇനി പേടി. അത് കുറച്ച് കാക്ക്. എന്താ ചേട്ടാ? അഭിനയിക്കുന്നതാണ്. ഭാവങ്ങള് ഓ ശരി. ഓ അതെ, ഇത് അയക്കാനുള്ള അഡ്രസ് വല്ലതും കിട്ടിയോ? ആ അഡ്രസ്സൊക്കെ കിട്ടി. എവിടുന്ന്? അതിനിവിടെ പത്രം വരുത്തണില്ലല്ലോ. അയ്യോ, ലോകത്ത് ഒരു പത്രം മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഓ ഇവിടെ വേറെ വീടുകളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അവിടുന്ന് പത്രം കിട്ടും. ആ പിന്നെ ഇവിടെ പത്രം മനഃപൂർവ്വം വരും, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് വരുത്താത്തതല്ല. പത്രത്തിൽ വരുന്ന ഓരോ വാർത്തകൾ വായിച്ചിട്ട് എന്റെ കുഞ്ഞ് ചീത്തായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്ലീറ്റോ മനഃപൂർവ്വം വരുത്താത്തതാ. പത്രം തുറന്നാ പീഡനവും വാണിഭം അതൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം വരുത്താതെ. മതിയോ മക്കളെ? അതെല്ലാം മതിയോ? ഞാൻ നോക്കട്ടെ, ഒന്ന് കൊള്ളാമോന്ന്. ഒന്നുകൂടെ എടുക്കണം എന്തായാലും. വേണ്ട. ഏതായാലും ഭാവങ്ങള് ഇവിടെ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ക്ലീറ്റോന് ഒന്നിനും കൊള്ളൂലെന്ന്. ഡാഡി മക്കളെ ഇത് ഈ ഒരു ഭാവം കൂടെ അങ്ങ് എടുത്തോ, ലാസ്റ്റ്. അടിപൊളി. ഡാഡി അത് കൊള്ളാമോ? ഇങ്ങനെ നമസ്കാരം. അത് ഡാഡി നേരെ. നമ്പർ അതിനകത്തുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഓ സൈക്കിളിലോ നോക്കട്ടെ. നോക്കണ്ട, ഞങ്ങൾ നോക്കി തന്നെ എടുത്തത്. സൂപ്പർ ആയിട്ട് എടുത്തേ. വേറെ ഒരു പണിയില്ല. ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, നല്ലോണം ഉണ്ട്. എടുത്ത് ചാടിയ തങ്കമ്മേ, നിന്റെ മരക്കം വച്ചിലിനൊടുക്കം കിട്ടിയ തങ്കമ്മേ, വാ 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 വാ. മധുരം കഴിച്ചിട്ട് പറയാം. എടുത്തോ. ഇല്ല, കഴിച്ചിട്ടേ ഞാൻ പറയൂ. മധുരം എടുക്കഴിയും പറയട്ടാ. ഓ പരസ്യ കമ്പനി എന്നെ സെലക്ട് ചെയ്തേ. ഇപ്പൊ ഫോണ് വന്നു പൈസ അക്കൗണ്ടിലിട്ട് വന്നു. കഴിക്കില്ല, കഴിക്കും. ഓ ഞാൻ പറയല്ലേ, നിങ്ങൾ പെട്ടെന്ന് തലകറക്കം പോലെ വന്നെങ്കിലും പിന്നെ പിടിച്ചിരുന്നത് ഇത് ഭയങ്കര അല്ല, എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ക്ലീറ്റോന് ഇത് കിട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതൊന്നും വേണ്ട, അത് എന്റെ ആ ഭാവങ്ങളും അത് കണ്ടിട്ടാണ് അവർ സെലക്ട് ചെയ്തത്. അതേന്നേ, അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ. എന്നിട്ട് എന്നെ അംഗീകരിക്കണ്ടോന്ന് നോക്കി. ഞാനല്ലേ ക്ലീറ്റോ പറഞ്ഞത് അയക്കാനായിട്ട്. ഓക്കെ ശരി തന്നെ. പക്ഷേ എന്റെ വിജയം അങ്ങോട്ട് ആഘോഷിച്ച് തീർക്കണമെങ്കിലേ ഒരുത്തന്റെ തോൽവി എന്റെ കണ്ണിൽ. ഇതിപ്പോ ഈ പരസ്യം ഇപ്പൊ എനിക്കൊക്കെ എന്നാ കാണാൻ പറ്റണേ? പരസ്യം നാളെ തന്നെ പത്രത്തിൽ വരും. നാളെ വരൂ? ആയുർവേദം മരുന്ന് നാളത്തെ പത്രത്തിൽ വരും. എല്ലാ പത്രത്തിലും വരും. അമ്മനെ വിളിച്ചു പറയണ്ട, അമ്മയൊക്കെ സർപ്രൈസ് ആയിട്ട് കാണട്ടെ. ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വിളിക്കണം. എന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവനൊക്കെ ഞെട്ടണം. പക്ഷെ അതിലൊന്നും അല്ല. അതിനു മുമ്പ് എനിക്ക് ഇവിടെ വരുത്തനുണ്ടല്ലോ ഒരു മണങ്ങുണാഞ്ഞൻ വലിയ അഭിനയ നടൻ. പുള്ളിക്കൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഇടീ 3700 എത്രയോ പേരിൽ നിന്നാണ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ എന്നിലെ ഒരു കലാകാരനെ, എന്നിലെ ഒരു നടനെയും ഞാൻ സീരിയലിലോ സിനിമയിലൊക്കെ പോയി ഞാൻ എവിടെയെങ്കിലും ഒക്കെ എത്തിയേനെ. പക്ഷെ എന്തിനാ വേണ്ട, നമുക്ക് അവന്റെ വിഷമം എനിക്ക് കാണണം. അയ്യോ ലഡു ഉണ്ട് ബാക്കി. നീ എടുത്താ? അവളെ മറ്റേ രാഖിക്കും ഒക്കെ കൊടുത്തിട്ട് രാഗി മരിക്കൂട്ടോ. രാഗി ഇപ്പൊ കിട്ടുന്നു പറഞ്ഞ രാഗി. ഓ ദുബായ് തള്ളുകാരി, അവള് മരിക്കണം. അമ്പിളി കേട്ടോ എല്ലാരും കൂടെ. ഓ ഒന്നുമില്ല, വെറുതെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാം, ചെറിയൊരു സന്തോഷം പങ്കുവയ്ക്കാന്ന് കരുതി. അത്രേ ഉള്ളൂ. പുതുമയാണല്ലേ അളിയാ? എടേ നിനക്ക് ഷുഗർ ഇപ്പം എങ്ങനെയുണ്ട്? കൂടുതലാ കുറവാ? ആർക്ക് ഷുഗർ? നീ കള്ളമെന്ന് പറയണേ. ഗുളി കഴിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ഇനിയിപ്പോൾ നിനക്ക് ഷുഗർ കൂടിയാലും എനിക്ക് കുഴപ്പമില്ല. നീ ഇതിൽ നിന്ന് ഒരു ലഡു എടുത്ത് കഴിച്ചിട്ട് ഒരു ഗുളിയും കൂടെ കഴിക്കും. സന്തോഷത്തിൽ പങ്കുചേര്. എടുക്കങ്ങോട്ട്. പിന്നെ അപ്പൊ ഇനി പറയാം. 2 ദിവസം മുമ്പ് പത്രത്തിലൊരു പരസ്യ കമ്പനി മോഡൽസിന് വേണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിരുന്നല്ലോ. അതിൽ എന്നെ തിരഞ്ഞെടുത്തു. എന്നെ. ഏത് പരസ്യമോ? നീ എവന്റെ ഫോട്ടോ അയച്ചില്ലേ? അതേ പരസ്യത്തിൽ തന്നെ. വിളിക്കേണ്ടവര് വിളിച്ചു പറഞ്ഞു. 10,001 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വിട്ടു തന്നു. അതുപോലെ ഫേക്ക് കോൾ ആയിരിക്കും. അത് ഞാൻ പിന്നെ മറ്റേ വെഡിങ് ആനിവേഴ്സറിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടില്ലേ, അത് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട്.
അമ്പളിക്കുട്ടാ, നീ ഒന്നും അറിഞ്ഞിടത്തോളം നിന്റെ അഭിനയം ഉണ്ടല്ലോ, തോറ്റവന്റെ മുഖം നോക്കിയാണ് കൊള്ള. എടേ, ഇതൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട്, അവനവന് പറഞ്ഞിട്ടുള്ളതേ ചെയ്യാവോ? എന്തിനാണ് ഇതൊക്കെ അയക്കേണ്ട? വല്ല കാര്യം ഉണ്ടോ? പക്ഷേ നിങ്ങൾ വല്ല ഫോട്ടോഷോപ്പ് ചെയ്ത് അയച്ചു കൊടുത്തതായിരിക്കും. ഞങ്ങൾ ഒരു ഷോപ്പും ചെയ്തില്ല, അവർക്ക് അബദ്ധം പറ്റിയതാ. ഇവിടെ വന്നിട്ട് ഒന്നുമല്ല എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ, ഇവൾ എന്ത് സാധനാന്നറിയോ? അന്ന് ആ ഫോട്ടോ എടുത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്കും കൂടി നമ്പർ ഒന്ന് താ, ഞാൻ ക്ലീറ്റോന്റെ അയക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവള് പറയാണ് എന്തിനിപ്പോ ക്ലീറ്റോ ചേട്ടൻ അയക്കണേ, ക്ലീറ്റോ ചേട്ടൻ എന്ത് കഴിവുണ്ട്, എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടൻ പോയാൽ പിന്നെ ക്ലീറ്റോ ചേട്ടന് കിട്ടില്ല എന്ന്. ആ വാശിക്കാ ഞാനത് ചെയ്തത്. ഇപ്പൊ എന്തായി? ക്ലീറ്റോ ചേട്ടൻ എന്തിനു തന്നെന്നറിയാമോ? ഇതുപോലെ മത്തങ്ങ മുഖം ഇങ്ങനെ വെച്ചോണ്ടിരുന്നതിനല്ല, ക്ലീറ്റോയുടെ ഭാവ പ്രകടനങ്ങൾ, ഭാവ അഭിനയങ്ങൾ അത് പകർത്തി അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. 3700 എത്രയോ പേരിൽ നിന്നാണ് എന്നെ തെരഞ്ഞെടുത്തത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വിഗ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാന്ന്. അതിന് വിഗ് വെച്ചിട്ടൊന്നും കാര്യമില്ല. അമ്പിളിക്കുട്ടൻ ചേട്ടൻ അതിനുള്ള കഴിവൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴത്തേന് സ്റ്റേജ് കണ്ടിട്ടുണ്ടെങ്കിൽ കൈയും കാലും വിറയ്ക്കായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ പണ്ട് ഇവരെ നമ്മളൊരു മൂകാഭിനയത്തിന് മൈമില് സംഭാഷണം ഇല്ലാത്തതിന് കയറ്റി നിർത്തിയപ്പോ ഇവന്ന് കരച്ചിലളിയോ. അതൊന്നും പറഞ്ഞാൽ ഇവക്ക് മനസ്സിലാവില്ല. സമയം കിട്ടുമ്പോ പറഞ്ഞു കൊടുക്കണ്ടേ അവക്ക്? അതെ, അല്ലെങ്കിൽ എന്റെ അമ്പിളിച്ചേട്ടൻ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് കോപ്പറായിട്ട് കാണിച്ചിട്ടുള്ള ജീവിതം ഒന്നും ഇവിടെ വേണ്ട. അങ്ങനെയുള്ള പൈസ എനിക്ക് വേണ്ടതാനും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അയച്ചത്? എന്റെ അമ്പിളിച്ചേട്ടൻ ബുദ്ധി കൊണ്ടാ ജീവിക്കുന്നത്, അതുകൊണ്ടാ പഞ്ചായത്ത് മെമ്പർ ആയത്. അയ്യോ മോളെ, പഞ്ചായത്ത് മെമ്പർ ആവാൻ ബുദ്ധിയൊന്നും വേണ്ട. ഏത് നിമിഷം തട്ടിപ്പോകാൻ പറ്റിയ നല്ലൊരു അമ്മാവനുണ്ടെങ്കിൽ ആർക്കും ആവാം. സന്തോഷം. പിന്നെ വേറൊരു സന്തോഷം കൂടെ, നാളെ രാവിലത്തെ പത്രത്തിൽ ഞങ്ങളുടെ ഈ പരസ്യം അടിച്ചു വരാം. ഏതോ ഒരു ആയുർവേദ മരുന്നിന്റെയാണ് കേട്ടോ. അതും കൂടെ കണ്ട് നമുക്കൊന്ന് സന്തോഷിക്കണം. നാളെ ലഡു ഞാൻ വേറെ വാങ്ങിച്ചു തരും, ചുവന്ന ലഡു. വാ പോവാ, തക്കളി വാ. പാർട്ടിയാ? പാർട്ടി നാളെ പത്രത്തിൽ പരസ്യം വന്നതിന് ശേഷം പാർട്ടി വൈകിട്ട് ഉണ്ട്. വാ വാ, നമുക്ക് സഹിക്കണില്ല കേട്ടോ. എൻ്റെ അടുത്ത് ആര് പറഞ്ഞ എൻ്റെ അനുവാദമല്ല ഫോട്ടോ ഒക്കെ എടുത്തയക്കാൻ? നിങ്ങൾ അതിലോട്ട് തിന്നണ്ട. പിന്നെ നിങ്ങൾ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല ഞാൻ അയച്ചത്. എനിക്ക് ഇഷ്ടമുണ്ടാവില്ല നിങ്ങളൊരു മോഡലായിട്ട് പരസ്യത്തിൽ വരണം എന്നൊക്കെ. നിനക്ക് തലയ്ക്ക് സുഖമില്ല ഇപ്പൊ വരെ വരെ മോഡലാവാൻ പറ്റിയ ആളാണ് ഞാൻ. എന്റെ അമ്പിളിച്ചേട്ടാ, പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളൊരു മോഡലായിട്ട് പത്രത്തിലൊക്കെ വന്ന് നല്ല രസമായിരിക്കില്ലേ? അത് ആലോചിച്ചിട്ട് ഞാൻ അയച്ചത്. ഇതിപ്പോ ഇങ്ങനെ ഒരു ബ്ലണ്ടർ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചോ? ഇങ്ങോട്ട് വന്നേ, അവിടെ ഇതിൻ്റെ എല്ലാം എടുത്ത് തിന്നണ്ട, അല്ലെങ്കിൽ തന്നെ ഷുഗർ ഉള്ളത്. മണി 6:30 നിന്നോട് ഞാൻ പറഞ്ഞല്ലേ 5:30 മണിക്ക് അലാറം വെക്കണോ? അലാറം വെച്ചതാന്നേ, അടിച്ചില്ല. അടിക്കൂല. നിനക്ക് അലാറം വെക്കി ഇപ്പോഴും അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ മതി. ആ പത്രം വന്നിട്ടുണ്ടാവും. അവൻ ഇപ്പൊ ചോദിച്ചാൽ ഉടനെ തരും. പിന്നെ അവൻ പത്രം വന്നില്ല എന്ന് പറയും. ഇല്ലല്ലേ, ഇന്നിപ്പോ ആരെയും ഓസ് വേണ്ട. ഞാനേ ഒരു പത്രം വാങ്ങിട്ട് വന്ന് ഫോട്ടോ പിന്നെ പരസ്യം ആരാ ഞാൻ ഒന്ന് കണ്ടോട്ട്. അടിപൊളിയായിട്ടുണ്ട്, 2 ഫോട്ടോ ഉണ്ട്. അടിപൊളി ഇടിക്കയ്യാ, നോക്കെ നീ. പരസ്യം വന്നല്ലോ. കാണിച്ചു കൊടുക്കട്ടെ. വാങ്ങിച്ചതാളിയാ. മൂലക്കുരുവിന് ശാശ്വത പരിഹാരം. ഞാൻ വായിക്കാട്ടോ. ക്ലീറ്റസ് മത്തായി, പൊതുപ്രവർത്തകനായ ഞാൻ വളരെയേറെ വേദനിച്ചിരുന്നു. ആ മേഖല ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് വരെ ഞാൻ ഭയപ്പെട്ടിരുന്നു. ഒരിടത്തും മനസ്സുറച്ചിരിക്കാനും പ്രസംഗിക്കാനും കഴിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഹാപ്പിയാണ്. പല ഉയർച്ചകളും എന്നെ തേടി വരുന്നു. സുഖമായി പ്രസംഗിക്കാൻ എനിക്ക് കഴിയുന്നു. അളിയാ, ഈ സുഖപ്രസവം ഞാൻ കേട്ടിട്ടുണ്ട് അളിയാ. ഇതെന്തോ സുഖപ്രസംഗം? ചേട്ടാ, ആളുടെ ഭാവാഭിനയത്തിലുള്ള 2 ഫോട്ടോസ് വന്നിട്ടുണ്ട്. താങ്ക്സ് മൗലി ക്യാപ്സ്യൂൾ. ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഉപയോഗിച്ചതിന് ശേഷം. അടിപൊളി. തങ്കം ചേച്ചി ഭാവാഭിനയ ചക്രവർത്തി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഫോട്ടോസ് കണ്ടില്ലേ? അടിപൊളിയുണ്ടല്ലേ? അച്ചോളിയാ Versus
Salian.